ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമുക്കൊരാവശ്യം വന്ന ആരാദ്യം ഓടിയെത്തുന്നത്? അത് രമ്യല്ലേ? അതെ, അതില് യാതൊരു സംശയമില്ല. അത് മാത്രമല്ല, രമ്യയും രുക്മിണി ആന്റിയും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാ. അവരാ നമ്മുടെ ബന്ധുക്കള്. കുഞ്ഞുമോളെ, അതെന്താ? അതൊന്നുമില്ല മാമേ. അതൊന്നുമില്ലേ? ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്തോ ഉണ്ട്. നോക്കട്ടെ. ഞാനൊരു ഫോട്ടോ നോക്കിയതാ അമ്മമ്മ. ആ ഫോട്ടോ എനിക്ക് കണ്ടൂടെ? ഞാൻ നോക്കട്ടെ. അത് വെറുതെ ഒരു ഫോട്ടോ നോക്കിയതാ. വെറുതെ അങ്ങനെ ഒരു ഫോട്ടോ നീ നോക്കേണ്ട കാര്യം എന്താ? നോക്കട്ടെ, ഇങ്ങോട്ട് തന്നേ. നോക്കട്ടെ. ഈ ഫോട്ടോ അത് രാജുവിന്റെ ഫോട്ടോയാ. രാജുവിന്റെ ഫോട്ടോ നീ എന്തിനാണ് സൂക്ഷിക്കുന്നേ? അയ്യോ, ഞാൻ സൂക്ഷിച്ചതല്ല അമ്മമ്മേ. പിന്നെ സൂക്ഷിക്കാതെ ഇതെന്താ? പറന്നതിനകത്തേക്ക് വന്നോ? അല്ല, അത് തരികിടാ. ഈ അമ്മമ്മേടെ അടുത്ത് കാണിക്കണ്ട. ഇതൊക്കെ ഞാൻ എത്ര നേരത്തെ കണ്ടുപിടിച്ചാന്നോ? എന്നിട്ട് എന്നോട് നോണ. ഞാൻ ഈ കാര്യം അമ്മമ്മയോട് പറയാനിരിക്കായിരുന്നു. ഞാൻ മനസ്സിലാക്കിയതാ. എന്നാലും മോളുടെ നാവിന്ന് എനിക്കത് കേൾക്കണം. രാജുവും മോളും തമ്മിൽ എന്താ? പറഞ്ഞോ, പേടിക്കണ്ട. എനിക്ക് രാജുവിനോട് ഇഷ്ടമാണ് അമ്മമ്മ. എനിക്കിഷ്ടായി മോളെ. രാജു നല്ല ചെറുപ്പക്കാരനാ. അവൻ വേണുവിന്റെ മകനാ. നിങ്ങളുടെ കല്യാണം ഈ അമ്മമ്മ നടത്തിത്തരും. സത്യം? സത്യം. എന്റെ കുഞ്ഞുമോളാണ് സത്യം. അമ്മമ്മ, ചക്കരമ്മമ്മ, എന്റെ പൊന്നമ്മമ്മ. അറിഞ്ഞോ, എന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കാൻ പോവാ. എന്റെ രാജുവിനെ കല്യാണം നടത്തി തരാന്ന് എന്റെ അമ്മമ്മ സമ്മതിച്ചു. അത് ശരി. എല്ലാം അറിഞ്ഞിട്ട് എന്ത് ചിരിക്കാണോ? നല്ല കാര്യം. എന്റെ കല്യാണ രാത്രിയിലും ഇതുപോലെ തന്നെ നിന്ന് ചിരിക്കണം കേട്ടോ ചേച്ചി. ഇതെന്താ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ഓണനിലാവിനോട് വർത്താനം പറയുന്നത്? അപ്പു, നീ ഓടി അടുത്ത് വന്ന് ഒരു സന്തോഷകാര്യം പറയാനുണ്ട്. അറിയൂ ചേച്ചി. എന്തായിരിക്കും ഗുഡ് ന്യൂസ് എന്ന് ഒന്ന് ഗസ് ചെയ്യാവോ? ഒരു ക്ലൂ തരുമോ ചേച്ചി? ചേച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ചേച്ചിയും രാജുവേട്ടനും തമ്മിലുള്ള കല്യാണം ഉടനെ നടക്കും. അവിടെ മിടുക്കി, നീ പറഞ്ഞു കളഞ്ഞല്ലോ. എന്റെ രാജുവിന്റെ കല്യാണം നടത്തി തരാന്ന് അമ്മമ്മ ഏറ്റിരിക്കുക. ഈ ഓണം നമുക്ക് അടിച്ചു പൊളിക്കണം, തകർക്കണം.
പെരിയാരുടെ കുടുംബം കലക്കിയത് ഞാൻ തന്നെ. ആ അയാളും അവളും രണ്ടു വഴിക്കായില്ലേ. അവളങ്ങ് തെക്കോട്ടും പോയി, മുതലിയാര് വടക്കോട്ടും പോയി. രണ്ട് കൊച്ചുങ്ങളുള്ളത് രണ്ടാനും പോയി. ഒരു ദിവസം ഒരു 4 കുടുംബങ്ങളും കലക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടാക്കി തരണേ എന്റെ ചിൻകുടുമുണ്ടം ഭഗവാനേ. ഇന്ന് രാത്രിയിലത്തെ ശല്യം തീർന്നു. ഇനി നാളെ നേരെ വിളിക്കുമ്പോൾ നോക്കിയാൽ മതി. പബ്ലിക് നോയ്സൻസ്. എടി അവരെ ചത്ത് കിടക്കുമ്പോഴും ആർക്കെങ്കിലും പാര വെച്ചിട്ടേ ചാവും. നീ സൂക്ഷിച്ചോ, നിനക്കിട്ടായിരിക്കും. ഇവര് ചത്താലും പ്രേതമായിട്ട് വന്ന് എന്നെ ഉപദ്രവിക്കും, അത് ഉറപ്പാ. നിന്റെ അമ്മ അവിടെ വിഷമിച്ചിരിക്കുക. കുറച്ച് പോസിറ്റീവ് എനർജി കൊടുക്കാം. നീ വാ. വിളിക്ക്. അമ്മേ. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിക്കുന്നേ? അമ്മ ഇപ്പൊ ചെയ്തതും ഇനി ചെയ്യാൻ പോകുന്നതും നല്ല കാര്യമാണെന്ന് ഞാൻ എവളും വിശ്വസിക്കുന്നുണ്ട്. അതെ അമ്മേ, അമ്മ സമാധാനമായിട്ടിരിക്കും. നമുക്ക് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാം. ആ, അച്ഛൻ നമ്മുടെ വഴിക്ക് തന്നെ വരുമെന്നേ. അമ്മ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ അച്ഛൻ അമ്മയെ അനുസരിക്കാതിരിക്കില്ല. അതെ, ഇവര് തമ്മിലുള്ള ബോണ്ടിങ് അങ്ങനെയാ. ആ, എന്തായാലും അമ്മ ഓണാഘോഷത്തിന് വരണം. ഞാൻ വരുന്നില്ല ജയ. അതെന്ത് കഷ്ടാമ്മേ. അമ്മ വന്നില്ലെങ്കിൽ ഞങ്ങളും പോകുന്നില്ല. ആ, അയ്യോ, നിങ്ങൾ പോണം. ചെല്ലാതിരുന്ന എല്ലാവരും ശ്രദ്ധിക്കും, അത് കുഴപ്പമാവും. അല്ല, അമ്മ ആരെയാ ഇത്ര പേടിക്കുന്നേ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഋതുമോളെ ഫേസ് ചെയ്യാൻ എനിക്കൊരു വിഷമം. കാര്യം ആവശ്യം കൊണ്ട് രമ്യയായിട്ട് രാജുവിന്റെ കല്യാണത്തിന് വാക്കു കൊടുത്തെങ്കിലും ഋതുമോളുടെ കാര്യത്തില് എനിക്ക് നല്ല വിഷമമുണ്ട്. മോളെ ഫേസ് ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ട്. ഫേസ് ചെയ്യണം. അമ്മയുടെ സ്വന്തം മരുമകളാൻ പോകുന്നതേ രമ്യയാണ്. രമ്യയാണ് അമ്മയ്ക്ക് എന്നും വേണ്ടപ്പെട്ട കുട്ടി. അവൾ എന്ത് ഉപകാരിയമ്മേ. ഇവിടെ എന്തു കാര്യത്തിനോ അവളില്ലേ? നമുക്കൊരാവശ്യം വന്ന ആരാദ്യം ഓടിയെത്തുന്നത്? അത് രമ്യല്ലേ? അതെ, അതില് യാതൊരു സംശയമില്ല. അത് മാത്രമല്ല, രമ്യയും രുക്മിണി ആന്റിയും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാ. അവരാ നമ്മുടെ ബന്ധുക്കള്. അവന് ശ്രീലക്ഷ്മി രുക്മിണി ചേച്ചിയുടെ മരുമകളല്ലേ? രമ്യ ശ്രീലക്ഷ്മിയുടെ നാത്തൂനല്ലേ? ദേ, നമ്മൾ എല്ലാവരും കൂടി ഓണാഘോഷത്തിന് പോകുന്നു. അമ്മ ഋതികയോട് മാന്യമായിട്ട് പെരുമാറുന്നു. അകലേ നോവിനാലേ